ഹേ ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണ് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ബ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം. യെസ്, ഇന്ന് കുറച്ച് ന്യൂസ് അപ്ഡേറ്റ്സ് ഉണ്ട്. തീർച്ചയായിട്ടും UK ഇമിഗ്രേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് ഉണ്ട്. അതോടൊപ്പം തന്നെ അതും ഒരു ഇമിഗ്രേഷൻ റിലേറ്റഡ് ആയിട്ട് 2 അപ്ഡേറ്റുകളാണ് ഉള്ളത്. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഈ അടുത്ത് ഒരുപാട് 1-to-1 കൺസൾട്ടേഷൻ, ബിസിനസ് കൺസൾട്ടേഷൻസ്, അതായത് ഇവിടുത്തെ സ്റ്റാർട്ടപ്പുകൾ, സെൽഫ് സ്പോൺഷിപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കൺസൾട്ടേഷൻസ് വരാറുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ഇനി അങ്ങനെ ഒരു അപ്പോയിൻമെൻറ്റ് എടുക്കുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ മുന്നേ തന്നെ ക്ലിയർ ചെയ്യാം. ഓക്കെ, ചില അപ്പോയിൻമെൻറ്റ്സ് ഒക്കെ അതിന് ശേഷം മാത്രം നിങ്ങൾ തീരുമാനിച്ച ശേഷം മാത്രം എടുത്താൽ മതി. ഓക്കെ, അപ്പോൾ സോ ഗൈസ്, ആദ്യമായിട്ടൊക്കെയാണെങ്കിൽ ചാനൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള എൻറ്ററിംഗ് ആയിട്ടുള്ള കുറച്ച് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക, ഷെയർ ചെയ്യുക സുഹൃത്തുക്കൾക്ക്. UK നടക്കുന്ന ഈച്ച് ആൻഡ് എവരി മാറ്റങ്ങളും നിങ്ങളുടെ മുമ്പിലേക്ക് യഥാസമയത്ത് നമ്മൾ എത്തിച്ചു തരുന്നതായിരിക്കും. ഓക്കെ, നമുക്കറിയാം ഇപ്പോൾ ഒരു ഇലക്ഷൻ വരുന്നുണ്ട്. ഓക്കെ, കൗൺസിലുകളും കാര്യങ്ങളെല്ലാം ആയിട്ട് ഇലക്ഷൻ വരുന്നുണ്ട്. പക്ഷേ ഇത് എല്ലാവരുടെയും ഈ ഒരു ഇലക്ഷൻ ഇല്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ എന്നാൽ ഭൂരിഭാഗം ഒരുവിധപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ ഈ ഇലക്ഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനകത്ത് ഇപ്പോൾ ഒരു വിക്ടറി, റിഫോം UKക്കാണ് ഒരു വലിയൊരു വിക്ടറി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒരു നല്ല രീതിയിലുള്ള മുൻതൂക്കം റിഫോം UK. നിങ്ങൾക്ക് എന്താണ് റിഫോം UK പാർട്ടി എന്ന് എല്ലാവർക്കും ഒരുവിധപ്പെട്ടവർക്ക്, നമ്മുടെ ഈ വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയാമെന്ന് തോന്നുന്നു. ഒരു തീവ്ര നിലപാടുകൾ എടുക്കുന്ന ഒരു പാർട്ടിയാണ്. ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ മൈഗ്രേഷൻ്റെ കേസിൽ, ഇല്ലീഗൽ മൈഗ്രേഷൻ്റെ കേസിൽ കാര്യങ്ങളൊക്കെ വലിയ നിലപാടുകൾ എടുക്കുന്ന പാർട്ടിയാണ്. ഗവൺമെൻറ്റിനെ എപ്പോഴും ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടിയാണ്. പെട്ടെന്നൊരു വളർച്ച കൈവരിച്ച ഒരു പാർട്ടിയാണ് റിഫോം പാർട്ടി. നല്ല രീതിയിലുള്ള ഫണ്ടിങ് പല രാജ്യത്തു നിന്ന് കിട്ടുന്നൊരു പാർട്ടി കൂടിയാണ്. സോ അതുകൊണ്ട് തന്നെ എക്സ്പെക്റ്റേഷൻസ് ഈ അടുത്ത ജനറൽ ഇലക്ഷനിൽ റിഫോം UK ഭരിക്കും എന്നുള്ളതാണ് കൂടുതലും ആളുകളുടെ ഒപ്പീനിയനുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, സോ ഗൈസ്, നമുക്കറിയാം ഇപ്പോൾ റിഫോം UKയുടെ ഒരു അപ്ഡേറ്റ്, അവരുടെ നേതാവായിട്ടുള്ള ഒരു അപ്ഡേറ്റ് പുറത്തുവിടുന്നു. 4-point മൈഗ്രേഷൻ പ്ലാൻ എന്നുള്ള ഇതിലാണ്. അത് നമുക്കറിയാം ഇപ്പോൾ ഈ വരുന്ന May 1 തീയതി ഒരു ഇലക്ഷൻ ഉണ്ട്. സോ അതിനുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ പ്രചരണങ്ങൾക്കിടയിലാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഇതിനകത്ത് നമ്മൾ എന്തുകൊണ്ട് കാണണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ അന്ന് കൺസർവേറ്റീവ് പാർട്ടി ഭരിക്കുന്ന സമയത്ത് ലേബർ പാർട്ടി വരുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ പറഞ്ഞു. അതേപടി തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഞാൻ പറയുകയാണെങ്കിൽ ഇനിയിപ്പോൾ നിങ്ങളെല്ലാവരും വിചാരിക്കും, എന്നെക്കൊണ്ട് തോറ്റു എന്ന്. സോ ഗൈസ്, അങ്ങനെയാണ്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ വെച്ചോ. ഓക്കെ, സോ ഇപ്പോൾ ലേബർ പാർട്ടി ഭരിക്കുന്നു. നമ്മൾ വിചാരിച്ച പോലെ തന്നെ പുതിയ നിയമങ്ങൾ വരാനായിട്ട് ഈസ്റ്ററിന് ശേഷം വരുമെന്ന് പറഞ്ഞ് ഈസ്റ്ററിന് ശേഷം നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിയമം എപ്പോൾ വേണമെങ്കിലും ഇന്നോ നാളെയോ ആയിട്ട് ആ നിയമങ്ങൾ പ്രഖ്യാപിക്കാനായിട്ട് സാധ്യത വളരെ കൂടുതലാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് ചില അപ്ഡേറ്റ്സുകൾ വന്നുകൊണ്ടിരിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അതിനകത്ത് എന്തായിരിക്കും, ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പറിനകത്ത് എന്തായിരിക്കും എന്നൊന്നും ആർക്കും തന്നെ അറിയില്ല. ഓക്കെ, സോ വെയിറ്റ് ചെയ്യുന്നു അപ്ഡേറ്റ്സിനായിട്ട്. ഓക്കെ, പിന്നെ മെയിൻ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ റിഫോം നേതാവ് കുറച്ചധികം പ്ലാനുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് 4 പ്ലാൻ, ചെറിയ പ്ലാനുകൾ. ഓക്കെ, അതിനകത്ത് ഒന്ന് യൂറോപ്യൻ കൺവെൻഷൻ ഓൺ ഹ്യൂമൻ റൈറ്റ്സ്, അത് 1998 റൂൾസ് അവർ വിഡ്രോ ചെയ്യും. അത് പണ്ടുതൊട്ടേ പറയുന്നുണ്ട്. ഹ്യൂമൻ റൈറ്റ്സ് ആക്ട്സ് ഇനി ഞങ്ങൾ ഫോളോ ചെയ്യില്ല എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, അസൈലം, അതായത് UKയിൽ വന്ന് വിസിറ്റിംഗ് വിസയിൽ വന്ന് ഇവിടെ നിങ്ങൾക്ക് ഇല്ലെങ്കിൽ ഇവിടെ നുഴഞ്ഞു കയറി വന്ന് സ്റ്റുഡൻറ്റ് വിസയിൽ വന്ന് അസൈലമൊക്കെ അപ്ലൈ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർക്കൊന്നും അത് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അവരെ ഡീപ്പോർട്ട് ചെയ്യും. പിന്നെ ഒരു സ്പെഷ്യൽ മിനിസ്റ്റർ, ഡീപ്പോർട്ടേഷൻ മിനിസ്റ്റർ എന്ന് പറഞ്ഞിട്ടൊരു മിനിസ്റ്ററിനെ അപ്പോയിൻറ്റ് ചെയ്യും. അതായത് ഇവിടെ വന്ന് ഇല്ലീഗലായിട്ട് ക്രൈം ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ മറ്റ് ക്രൈമുകൾ ചെയ്തിട്ടുള്ള 12 മാസത്തിന് മേലെ ജയിൽ ശിക്ഷ വിധിച്ചിട്ടുള്ള എല്ലാവരെയും 12 മാസത്തിന് ശേഷം നാട്ടിലോട്ട് ഡീപ്പോർട്ട് ചെയ്യും. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് നിയമം. പക്ഷേ ഡീപ്പോർട്ടേഷൻ നടക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. 25,000-26,000 ആൾക്കാരെ ഡീപ്പോർട്ട് ചെയ്യാനായിട്ടുണ്ട്. ഓക്കെ, നടക്കുന്നില്ല. പക്ഷേ നമ്മുടെ റിഫോം പാർട്ടി വന്നു കഴിഞ്ഞാൽ അത് ഡീപ്പോർട്ട് ചെയ്യും. സ്റ്റുഡൻസും മറ്റു കാര്യങ്ങളൊക്കെ ഇവിടെ UKയിൽ വന്ന് മിസ്യൂസ് ചെയ്യുന്ന പരിപാടികൾ സ്റ്റോപ്പ് ചെയ്യും എന്നുള്ളൊരു കാര്യമാണ്. പിന്നെ ഈ പറഞ്ഞ റിക്രൂട്ട്മെൻറ്റിൻ്റെ കേസുകൾ മുന്നേ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പുള്ളി, ഇവിടുത്തെ റിക്രൂട്ട്മെൻറ്റുകൾ നടക്കും, അത് സ്റ്റോപ്പ് ചെയ്യാൻ പോകുന്നില്ല. പക്ഷേ ഇവിടെ നിങ്ങൾക്കൊരു പെർമനൻറ്റ് റെസിഡൻസി സ്റ്റാറ്റസോ ഇല്ലെങ്കിൽ സിറ്റിസൺഷിപ്പ് സ്റ്റാറ്റസോ എന്നുള്ള പരിപാടികൾ ഉണ്ടാവില്ല. എക്സാമ്പിൾ, നമ്മുടെ ദുബായിലൊക്കെ വന്നിട്ടോ ഗൾഫിലൊക്കെ വന്ന് നമ്മൾ വർഷങ്ങൾ എപ്പോഴും വരാം, വർക്ക് ചെയ്യാം, ഒരു പ്രശ്നമില്ല. പക്ഷേ നിങ്ങൾക്ക് എത്ര വർഷം നിന്ന് കഴിഞ്ഞാലും നമുക്കവിടെ ഒരു സിറ്റിസൺ ആയിട്ടോ ഇല്ലെങ്കിൽ അവിടെ ഒരു PR ഹോൾഡറായിട്ടോ നിൽക്കാൻ സാധിക്കില്ല എന്നുള്ളൊരു കാര്യം കൂടിയിട്ട് നമ്മുടെ ഫറാജ് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതുമാത്രമല്ല, ഇതൊക്കെ കൊണ്ട് തന്നെയാണ് നമുക്കറിയാമല്ലോ റിഫോം പാർട്ടി ഭയങ്കര രീതിയിലുള്ള വലിയ രീതിയിലുള്ള
മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അതുമാത്രമല്ല ഈ സിവിൽ സർവൻസിനെ അപ്ലൈ ചെയ്യുന്നതിൽ നല്ല രീതിയിലുള്ള എന്താ പറയുക പ്രൊസീജിയേഴ്സ്, പുതിയ റിക്രൂട്ട്മെന്റ് പ്രൊസീജിയേഴ്സ് ഇംപ്ലിമെന്റ് ചെയ്യും എന്നുള്ള ഡീപ്പോർട്ടേഷൻ പ്ലാനിനൊക്കെ വേണ്ടി കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള, അതായത് ഡീപ്പോർട്ടേഷൻ എന്ന് മാത്രമാണ് പറഞ്ഞത്. ഹോം ഓഫീസിനെ സെപ്പറേറ്റ് ഒരു ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് കൊണ്ടുവരും എന്നൊക്കെയാണ് ഫറാജ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഫോറിൻ ക്രിമിനൽസിനെ UK-ക്കകത്ത് വാഴിക്കില്ല എന്നുള്ളതാണ് നല്ല തീരുമാനം അല്ലേ. അതുമാത്രമല്ല ലേബർ പാർട്ടി വന്നിട്ട് ഇപ്പോൾ ഏകദേശം 24,000 ആൾക്കാരെ ഡീപ്പോർട്ട് ചെയ്തു. പക്ഷേ ഇനിയും ഡീപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരുണ്ട്, റെഗുലറായിട്ട് നുഴഞ്ഞു കയറിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള പരിപാടികൾ മുന്നേ ഇത് ഇലക്ഷന് മുന്നേ വീണ്ടും എടുത്തിട്ട് വലിച്ചു കീറി ഒട്ടിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ ഗൈസ് അങ്ങനെയുള്ള പല പരിപാടികളാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇമ്പോർട്ടൻ്റ് കാര്യം, ഓക്കെ, ഞാൻ ഇലക്ഷന് മുമ്പ്, അതായത് കൺസർവേറ്റീവ് പാർട്ടിയുടെ ഇലക്ഷന് മുമ്പ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലേബർ പാർട്ടി വരികയാണെങ്കിൽ ഓക്കെ, ഈ പറഞ്ഞ സ്റ്റുഡൻസിന് ഒരു പ്രയോറിറ്റി കൊടുക്കുക എന്നുള്ളത് കുറയും. ഓക്കെ, ഇപ്പോൾ ഓൾറെഡി സ്റ്റുഡൻസ് ഇവിടെ കുറഞ്ഞു, ഡിപ്പെൻഡൻസ് റെസ്ട്രിക്റ്റ് ചെയ്തു. നമുക്ക് എല്ലാവർക്കും അതായത് കൺസർവേറ്റീവ് പാർട്ടി ചെയ്താണെങ്കിലും ഡിപ്പെൻഡൻസ് റെസ്ട്രിക്റ്റ് ചെയ്തതോടുകൂടെ തന്നെ UK-ലേക്ക് സ്റ്റുഡൻസിൻ്റെ എണ്ണം കുറഞ്ഞു. അപ്പോൾ പലരും പറഞ്ഞൊരു കാര്യമാണ് വെച്ചാൽ സ്റ്റുഡൻസ് ഇല്ലാതെ ഇവിടെ പച്ചടിക്കാൻ പറ്റുമടെ എന്നൊക്കെ ചോദിച്ചവരുണ്ടായിരുന്നു. ഓക്കെ, സോ ഗൈസ് അവർ സ്റ്റുഡൻസ് ഇല്ലാതെ ഇപ്പോൾ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഓക്കെ, അതിൻ്റെ ഇടയിലാണ് ഞാൻ അന്ന് പറഞ്ഞൊരു കാര്യമാണ്, ഇവർ EUആയിട്ട് അതായത് ബ്രെക്സിറ്റ് റീസെറ്റ് ചെയ്യും എന്നുള്ളതാണ്. അവർ ബ്രെക്സിറ്റ് റീസെറ്റ് ചെയ്യാനായിട്ട് പോകുന്നു. ഈ റീസെറ്റ് ചെയ്യുന്നത് കൂടി തന്നെ റീസെറ്റ് പറഞ്ഞാൽ പൂർണ്ണമായിട്ടല്ല, അതായത് ലേബർ considers allowing thousands of Europeans into Britain as a part of one in one out youth mobility scheme. അതായത് യൂത്ത് മൊബിലിറ്റി സ്കീം പോലെ യൂറോപ്യൻ യൂണിയനുമായിട്ട് വീണ്ടും ഒരു അന്തർധാര എന്നല്ല പബ്ലിക്കായിട്ട് അവർ പറഞ്ഞിരിക്കുകയാണ്. സോ ഗൈസ് യൂറോപ്യൻ ഉള്ള ആളുകൾ UK-യിലേക്ക് ഇനി വരും. UK-യിലുള്ള ആളുകൾക്ക് ഇനി വലിയ രീതിയിൽ യൂറോപ്പിലേക്കും പോവാം, പഠിക്കാം, വർക്ക് ചെയ്യാം. സോ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ലേബർ ഷോർട്ടേജും തീരും, അവിടുത്തെ പരിപാടികളും അവർക്ക് സ്റ്റഡീസോ മറ്റ് ഈ പറഞ്ഞ ട്രാവൽ ടൂറിസം പരിപാടികളൊക്കെ അവർക്കും നല്ല രീതിയിൽ മാർക്കറ്റ് വരും. UK-ക്ക് ആണെങ്കിൽ നമുക്കറിയാലോ ഷോർട്ടേജ് കെയർ വിസ ചെയ്യൽ, കെയർ വിസയ്ക്ക് ആളില്ല, അങ്ങനെയുള്ള പല പരിപാടികൾക്കും ഒരു നല്ലൊരു തീരുമാനമായിരിക്കും. അതുകൊണ്ട് നമുക്ക് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ആവശ്യമില്ലാതെ ആയി മാറും. അതായത് നമ്മുടെ ബോറിസ് ജോൺസൺ ഗവൺമെൻറ് ഈ ബ്രെക്സിറ്റ് നടത്തി പടിയടച്ച് വെട്ടം വെച്ചപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് ഇന്ത്യക്കാരായിരിക്കും. കാരണം സ്റ്റുഡൻറ്റ് വിസയിൽ പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസ കൊണ്ടുവന്നു, ഡിപ്പെൻഡൻറ്റ് വിസ കൊണ്ടുവന്നു, കെയർ വിസ കൊണ്ടുവന്നു, കെയർ വിസ ഡിപ്പെൻഡൻസ് വിസ ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളി പോയതോടെ എല്ലാത്തിനും അങ്ങോട്ട് വെട്ടി നിർത്തലാക്കി എന്നുള്ളതാണ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് പണിയാവും എന്ന് മാത്രമാണ്. ജോലികൾ കിട്ടുന്നത് ഇനിയും കുറയും. ഇപ്പം കിട്ടുന്നത് തന്നെ നമുക്ക് എന്താണ് സിറ്റുവേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. സോ ഇനിയും കുറയും എന്നുള്ളതാണ്. ഓക്കെ, എന്തൊക്കെ ചെയ്യാം അല്ലേ, എന്തൊക്കെയാണ് കാണുന്നത് ഒന്നും പറയാനില്ല അതിനകത്തേക്ക്. ബട്ട് അതാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ വരുന്നത്. ഓക്കെ, അതോടൊപ്പം തന്നെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് കാര്യം, നമ്മൾ ഒരുപാട് പേര് ഇപ്പോൾ 1-to-1 കൺസൾട്ടേഷൻസിലും കാര്യങ്ങളൊക്കെ ബന്ധപ്പെട്ട് കോൺടാക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇവിടെ പുതിയ ബിസിനസ്സുകൾ തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ടിട്ട്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം ഞാൻ പറയട്ടെ. ഓക്കെ, കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരുപാട് പേര് കൺസൾട്ട് ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞൊരു കാര്യമാണ്. ഇപ്പം ഇതുവരെ തുടങ്ങിയവരൊക്കെ തുടങ്ങി, അവിടെ ഇരിക്കട്ടെ. ഇനി തുടങ്ങാൻ നിൽക്കുന്നവർ, ഇനി സ്റ്റാർട്ട് ചെയ്യാൻ നിൽക്കുന്നവർ തീർച്ചയായിട്ടും UK-യിൽ വരാൻ പോകുന്ന പുതിയ നിയമങ്ങൾ എന്തെന്ന് മനസ്സിലാക്കി മാത്രം തുടങ്ങുക. ഓക്കെ, ഒരു പക്ഷേ നാളെ വന്നിട്ട് എല്ലാവർക്കും, അതായത് ഗ്രാജുവേറ്റ്, അതായത് ഇവിടെ സ്റ്റുഡൻറ്റ് വിസയിൽ വന്നിട്ടുള്ള എല്ലാവർക്കും തന്നെ അവരുടെ സാലറി ത്രഷോൾഡ് 40,000 പൗണ്ട്സിലേക്ക് ഉയർത്തിയാൽ, നമ്മൾ ചെറിയ ബിസിനസ്സുകൾ തുടങ്ങി ഇപ്പോൾ ഈ ഫുഡ് ട്രക്കുകളും അതുപോലെ തന്നെ പല ബിസിനസ്സുകളും നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ സാലറി ത്രഷോൾഡ് അപ്ലിക്കബിൾ ആവും. സോ അതെല്ലാവർക്കും അപ്ലിക്കും. നിങ്ങൾ പൈസ ഇൻവെസ്റ്റ് ചെയ്തില്ലെങ്കിലും നിങ്ങളൊരു വിസ എടുക്കുവാണെങ്കിലും വിസ എടുക്കുന്നില്ലെങ്കിലും ആ സാലറി ത്രഷോൾഡ് അപ്ലിക്കബിൾ ആവും. സോ അതുകൊണ്ട് തന്നെ അത് നമുക്കൊരു വലിയൊരു പ്രശ്നമായിട്ട് മാറാനും സ്പോൺസർഷിപ്പ് കിട്ടാതിരിക്കാനും സാധ്യതയുണ്ട്. സോ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ പൈസ ഒരു പക്ഷേ നഷ്ടപ്പെടാനുള്ള സാധ്യത കാണുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ബി കെയർഫുൾ, നമ്മൾ വെയിറ്റ് ചെയ്യുക. ഒരുപാട് പരസ്യങ്ങൾ നിങ്ങളിപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഫേസ്ബുക്കിലൊക്കെ കാണാം. ഇതേപോലെ വിസ തുടങ്ങി ഫ്രീ ആയിട്ട് കമ്പനി തുടങ്ങി നിങ്ങൾക്ക് വിസ എടുക്കാമെന്നുള്ള വെയിറ്റ്. അവർ ഈ കാര്യങ്ങൾ ആരും പറയുന്നത് കേട്ടിട്ടില്ല. ഓക്കെ, ഈ സാലറി ത്രഷോൾഡ് എങ്ങനെ ബാധകമാകും എന്നുള്ള കാര്യം പറഞ്ഞിട്ടില്ല. അതുമല്ല, ഈ വരുന്ന ഇമിഗ്രേഷൻ നിയമങ്ങൾ നമുക്കറിയില്ല എന്താ വരാൻ പോകുന്നത്. സോ അറിയാതെ ഈ കണ്ണടച്ചിട്ട് നമ്മളൊരു കൊക്കയിലേക്ക് എടുത്ത് ചാടുന്ന സിറ്റുവേഷൻ ആവരുത്.
എന്ന് മാത്രമാണ് ഞാൻ ഉദ്ദേശിച്ചത്. വെയിറ്റ് ചെയ്യാം. മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, ഇപ്പോൾ ഇവിടുത്തെ ഗ്രാജുവേറ്റ്സിന് ജോബ് ലഭിക്കുന്നതിന് അവരുടെ അതായത് ഫീൽഡിൽ അങ്ങനെ ഒരു പ്രപ്പോസൽ നമ്മൾ കണ്ടു, അത് വീഡിയോ ചെയ്തിട്ടതായിരുന്നു. സോ അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങളിപ്പോൾ വേറെ ഏതെങ്കിലും ജോബ് ഒരു ബിസിനസ് തുടങ്ങി അതിനകത്തേക്ക് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് അതിനകത്തൊരു വിസ എടുക്കാൻ പറ്റുമോ എന്നുള്ളത് ആ നിയമം വന്ന ശേഷമേ മനസ്സിലാകാൻ പറ്റുള്ളൂ, അറിയാൻ പറ്റുള്ളൂ. ഓക്കെ, ഈ അടുത്ത് തന്നെ ഈ പുതിയ നിയമങ്ങൾ വരുമെന്ന്, ഈസ്റ്ററിന് ശേഷം വരുമെന്നാണ് ക്രിസ് സ്റ്റാമർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ന്യൂസുകളിലും കാര്യങ്ങളെല്ലാം അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഏതൊരാളും പുതിയ ബിസിനസ്സുകൾ, പുതിയ സംരംഭങ്ങൾ നല്ലതാണ്, തീർച്ചയായിട്ടും നല്ല വഴിയായിരുന്നു. വഴിയില്ലെങ്കിൽ വഴി വെട്ടിയെടുക്കണം എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, പക്ഷേ സാഹചര്യങ്ങൾ എല്ലാ വർഷവും ഇതേപോലെ തന്നെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്, സ്ക്രൂ ചെയ്തുകൊണ്ടിരിക്കുക, ടൈറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വെയിറ്റ് ചെയ്യുക, പുതിയ അപ്ഡേറ്റ്സ് അറിയുക. എല്ലാം പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു പച്ചക്കൊടി, വലിയൊരു പച്ചക്കൊടി ഞാൻ തന്നെ കാണിക്കും. ഞാൻ തന്നെ പുതിയ വഴികളും പരിപാടികളും ഞാൻ തന്നെ കാണിച്ചു തരും. പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് പ്രോപ്പറായിട്ടൊരു ബിസിനസ് തുടങ്ങാനുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണോ ചോദിച്ചു കഴിഞ്ഞാൽ, നിയമം അറിയാത്തതുകൊണ്ട്, എന്താണ് വരാനറിയാത്തത്, ഇനിയിപ്പോൾ ഒന്നും വരില്ലായിരിക്കാം. ചിലപ്പോൾ ഇനി വളരെ ഫ്രീ ആയിട്ട് കുറച്ചും കൂടി റിലാക്സ് ചെയ്ത് എല്ലാവർക്കും ബിസിനസ് തുടങ്ങുന്ന ഇളവുകൾ കൊടുത്തേക്കാം എന്നൊക്കെ നമുക്ക് ചിന്തിക്കാം. പക്ഷേ എനിക്ക് അറിഞ്ഞൂടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് ഒരു കടുംവെട്ടിനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ്. സോ അതുകൊണ്ട് തന്നെ വളരെ കെയർഫുൾ ആയിട്ട് നമ്മളൊരു ബിസിനസ്സുകൾ തുടങ്ങി, അത് എന്ത് ബിസിനസ് ആണെങ്കിലും, അത് ഫുഡ് ട്രക്ക് ആവട്ടെ, റെസ്റ്റോറൻറ്റ്സ് ആവട്ടെ, ഇനിയിപ്പോൾ വലിയ ഇൻവെസ്റ്റ്മെൻറ്റുകളാവട്ടെ. ഇപ്പം നിങ്ങൾക്കൊരു വിസ ഉണ്ട് ഇവിടെ, നിങ്ങൾ ഓൾറെഡി പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസയിൽ, നിങ്ങളിവിടെ ഒരു PR ഉള്ള ഒരാളാണ്, സിറ്റിസൺ ആയിട്ടുള്ള ഒരാളാണ്, അത് അങ്ങനെയൊക്കെ ഒരാളാണെന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നമില്ല, നിങ്ങൾക്ക് എന്ത് ബിസിനസ്സും തുടങ്ങാം. ബിസിനസ് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് UK അകത്ത്, അത് 100% ഞാനും ഗ്യാരണ്ടി ചെയ്യുന്നു. പക്ഷേ ഒരു വിസ സ്റ്റാറ്റസ് ഇല്ലാത്ത സ്റ്റുഡൻസ്, അതേപോലെ തന്നെ ഈ പറഞ്ഞ PSW നിൽക്കുന്നവർ എല്ലാവരും ഇപ്പോൾ ഒരു ബിസിനസ് തുടങ്ങി പെട്ടെന്നൊരു വിസ എടുക്കാം എന്നുള്ള വിചാരം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. ഓക്കെ, പക്ഷേ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും മാരണം വന്നു കഴിഞ്ഞാൽ ഇനി ആരും പറഞ്ഞില്ലടേ എന്ന് പറഞ്ഞ് കരയാതിരിക്കാൻ വേണ്ടി മാത്രം പറഞ്ഞാണ്. എന്നോടൊന്നും തോന്നരുത്. ഗൈസ്, ബൈ.